നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. പാസ്റ്റർ എൽവിസിന്റെ വളരെ ശക്തമായൊരു പ്രഭാഷണത്തിലെ ചില പ്രധാന ആശയങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വിഷയം: നമുക്കെങ്ങനെയാണ് ദൈവത്തിന്റെ കൃപ ലഭിക്കുക? ഈ ചോദ്യത്തിലേക്ക് വരാൻ നമുക്ക് ആദ്യം ഒരു കഥ കേൾക്കാം. യേശുവിനെ കണ്ടപ്പോൾ തന്റെ രോഗശാന്തിയേക്കാൾ ഉപരി തന്റെ ഒറ്റപ്പെടലിനെക്കുറിച്ച് സംസാരിച്ച ഒരു മനുഷ്യന്റെ കഥയാണിത്. ഒന്നോ രണ്ടോ ദിവസമല്ല, 38 വർഷം. അത്രയും കാലം അദ്ദേഹം കഷ്ടപ്പെടുകയായിരുന്നു. രോഗശാന്തി കിട്ടുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്ന ബേഥസ്ദ എന്നൊരു കുളത്തിന്റെ കരയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോ ഈ കുളം എന്ന് പറയുന്നത് ഒരേ സമയം വലിയ പ്രതീക്ഷയുടെയും അതേപോലെ തന്നെ കടുത്ത മത്സരത്തിന്റെയും ഒരു സ്ഥലമായിരുന്നു. അവിടെയുള്ള ഓരോരുത്തർക്കും ഒരത്ഭുതം വേണമായിരുന്നു. പക്ഷേ നിയമം ഒന്നേ ഉള്ളൂ: ഒരു സമയം ഒരാൾക്ക് മാത്രം സൗഖ്യം. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് ഒരു സാധാരണ കഷ്ടപ്പാടായിരുന്നില്ല. അതിന് 3 തലങ്ങളുണ്ടായിരുന്നു. 1, 38 വർഷമായി ശരീരം തളർന്നു കിടക്കുന്നു. 2, എനിക്ക് ആരുമില്ല എന്ന് പറയേണ്ടിവരുന്ന ആഴത്തിലുള്ള ഏകാന്തത. 3, ഓരോ തവണയും പ്രതീക്ഷിക്കുമ്പോൾ കൺമുന്നിലൂടെ മറ്റൊരാളാ സൗഖ്യം കൊണ്ടുപോകുന്നത് കാണുമ്പോഴുള്ള പരാജയഭാരം. യേശു ഈ മനുഷ്യനെ കണ്ടു, അദ്ദേഹത്തോട് കരുണ തോന്നി. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ തീർത്തും നിസ്സഹായരാണെന്ന് തോന്നുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ കരുണ ലഭിക്കുക? ഇതിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാം? പാസ്റ്റർ ഇതിന് 7 പ്രധാന വഴികൾ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശരി, നമുക്ക് ആദ്യത്തെ വഴിയിലേക്ക് വരാം. ദൈവകൃപ ലഭിക്കാനുള്ള യാത്രയിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ശ്രദ്ധയും പ്രതീക്ഷയും എവിടെയാണ് നമ്മൾ വെക്കുന്നതെന്നതാണ്. ഇവിടെ പറയുന്ന ആശയം ഇതാണ്: നമ്മുടെ ഭിക്ഷാപാത്രം ഒരേ ഒരു സ്ഥലത്ത് മാത്രം വെക്കുക. അതായത് നമ്മുടെ പ്രതീക്ഷ മുഴുവനായും ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിക്കാം. പല മനുഷ്യരിലേക്കോ പല സാഹചര്യങ്ങളിലേക്കോ നമ്മുടെ ശ്രദ്ധയെ മാറ്റരുത്. ക്ഷമയോടെ ദൈവത്തിനു വേണ്ടി മാത്രം കാത്തിരുന്ന അബ്രഹാമിനെ പോലെ കരുണയുടെ ശരിക്കുള്ള ഉറവിടം ഏതാണോ അവിടേക്ക് മാത്രം നോക്കുക. ഓക്കെ, ഇനി അടുത്ത 2 വഴികൾ നമുക്കൊരുമിച്ച് നോക്കാം. കാരണം ഇത് രണ്ടും നമ്മൾ വെറുതെ കാത്തിരിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതരീതി, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നീതിയുള്ള ഒരു ജീവിതം നയിക്കുക. ഇത് ദൈവത്തിന്റെ പ്രീതി എപ്പോഴും നമ്മളോടൊപ്പം നിർത്താൻ സഹായിക്കും. രണ്ടാമത്തേത്, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത്, മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നതാണ്. കാരണം നമ്മൾ എന്താണോ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ചാനലായി നമ്മൾ മാറണം. ഈയൊരു ആശയം വളരെ വ്യക്തമാക്കുന്നൊരു വാക്യമാണിത്, അല്ലേ? പ്രഭാഷണത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് തന്നെ അങ്ങനെയാണെന്നാണ്. നമ്മൾ കരുണ കാണിക്കുമ്പോൾ അത് തിരികെ ലഭിക്കാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത 2 വഴികൾ നമ്മളെക്കുറിച്ചുകൂടി ആഴത്തിലുള്ളൊരു വിഷയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്: ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം എങ്ങനെയുള്ളതാണ് എന്നതിലേക്ക്. ഇവിടെ പാസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്: കരുണ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എപ്പോഴും സ്വന്തം ആളുകൾക്കാണ്. അപ്പം നമ്മൾ ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ പിന്നെ സഹായം ചോദിക്കുന്ന ഒരു അപരിചിതനല്ല, അല്ലേ? ആ വീട്ടിലെ ഒരു കുട്ടിയാണ്. ഇവിടെ നോക്കൂ, എത്ര വലിയൊരു വ്യത്യാസമാണ് കാണിക്കുന്നത്. പ്രഭാഷണം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അഹങ്കാരം കരുണ ലഭിക്കുന്നതിന് ഒരു വലിയ തടസ്സമാണ്. നമ്മൾ ദൈവത്തെ സമീപിക്കേണ്ടത് എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തിലല്ല, മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പൂർണ്ണമായ താഴ്മയോടെയാണ്. ശരി, ഇനി നമ്മൾ അവസാനത്തെ 2 വഴികളിലേക്കാണ് വരുന്നത്. ഇതുവരെ പറഞ്ഞ എല്ലാത്തിനും അടിസ്ഥാനമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: നമ്മുടെ വിശ്വാസവും ദൈവത്തിനു മുന്നിലുള്ള നമ്മുടെ പൂർണ്ണമായ സമർപ്പണവും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ശരിയായ കാര്യങ്ങളെല്ലാം ചെയ്തേക്കാം, പക്ഷേ അവസാനം കരുണ നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അത് ദൈവത്തിന്റെ പരമാധികാരമാണ്. ആ തീരുമാനത്തിന് നമ്മൾ കീഴടങ്ങണം. എല്ലാത്തിനും അടിസ്ഥാനം ഇതാണ്: വിശ്വാസം. നമ്മൾ ആരോടാണോ ചോദിക്കുന്നത് ആ ദൈവം അടിസ്ഥാനപരമായി കരുണയും സ്നേഹവുമുള്ളവനാണെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ആ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾക്കെല്ലാം ശക്തി കുറഞ്ഞുപോകും. അപ്പോ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ പെട്ടെന്ന് ഓർത്തെടുക്കാം. കൃപ സ്വീകരിക്കാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ സഹായിക്കുന്ന പ്രഭാഷണത്തിൽ പറഞ്ഞ ആ 7 വഴികളാണിത്. അപ്പോൾ വഴി നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. പക്ഷേ ആദ്യത്തെ ചുവട് വെക്കേണ്ടത് നമ്മളാണ്. ഈ പറഞ്ഞ തത്വങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്നൊരു മാറ്റം എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.